ഹലോ, വെൽക്കം ടു ലേണോറ സ്റ്റോറീസ്. അപ്പോൾ ലേണോറയുടെ പുതിയ സ്റ്റോറിയിൽ അലീന തോമസിൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അലീന തോമസ് വൺ ഓഫ് അവർ ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അലീന പാസ്സായി കഴിഞ്ഞിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നതാണ്. മാം, ഞാൻ എങ്ങനെ താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞാൻ അത്രയും ടെൻഷനിലാണ് പോയത്. ഭാഗ്യശ്രീ മാം ആയാലും ലിറ്റി മാം ആയാലും എപ്പോഴും എല്ലാത്തിനും എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നു. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും ഇത്ര കമ്പനി ആയിട്ടുള്ള മിസ്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതിലും എല്ലാത്തിലും ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അലീന നമുക്ക് ഗ്രൂപ്പിലൊരു റിവ്യൂ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ താങ്ക്സ് പറയണമെന്ന് അറിയില്ല. മാം പഠിപ്പിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപോലത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിലും അതേ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ പഠിച്ച സെയിം ക്വസ്റ്റ്യൻ വരുന്ന ഒരു എക്സാം അതല്ല CPC എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ എന്താണ് ഫ്രഞ്ച് വിപ്ലവം, അത് നമ്മൾ കാണാതെ പഠിച്ചിട്ട് അത് എഴുതുകയാണ് പോയിട്ട്. പക്ഷേ നേരെ തിരിച്ച് നമ്മൾ മാത്തമാറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് മാത്സിൽ നമുക്ക് ടീച്ചർ ഒരു പ്രോബ്ലം ബോർഡിൽ എഴുതി തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പ്രോബ്ലം ഹോംവർക്കായിട്ട് തരും. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രോബ്ലം എക്സാമിന് വരും, അല്ലേ? പക്ഷേ അവിടെ നമ്മളുടെ ആ ലോജിക്ക് പ്രവർത്തിക്കും. ടീച്ചർ പറഞ്ഞു തന്നപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ ബുക്കിൽ ചെയ്തപ്പോൾ അത് പ്രാക്ടീസായി. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ഒരു പാറ്റേണിലുള്ള ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എക്സാമിൽ വന്നാൽ അത് എഴുതാൻ പറ്റും. അതേ ഒരു പാറ്റേൺ ആണ് നമ്മുടെ CPC എക്സാമിലും വരുന്നത്. നമ്മൾക്ക് ആദ്യം ടീച്ചർ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു തരും. പിന്നെ മോക്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. പിന്നെ എക്സാമിൽ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നന്നായിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് ഇത്രയും മോക്ക് എക്സാംസ് നിങ്ങൾ എഴുതണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. എന്നാലാണ് നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരേ ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ചു പോയി എഴുതുന്ന ഒരു എക്സാം അല്ല ഒരിക്കലും CPC എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് പോലും എനിക്ക് ഇത്രയും അറിയില്ലായിരുന്നു. അതായത് ഓൾറെഡി പ്രീവിയസ്ലി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ട് വന്നിട്ടുള്ള ആളാണ്. മാം തന്ന നോട്ട്സ്, മോക്ക് അതൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. അതുപോലെ ലിറ്റി മാം, ഭാഗ്യശ്രീ മാം ഏത് സമയത്തും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരികയും നല്ലൊരു മോട്ടിവേഷൻ തന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ലിറ്റി മാം, ഭാഗ്യശ്രീ മാം. താങ്ക് യു സോ മച്ച്. ഒരു ഫ്രണ്ട്സിനോട് ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരുന്നു രണ്ടുപേരും. താങ്ക് യു സോ മച്ച്, അല്ലെ താങ്ക് യു മാം എന്ന് പറഞ്ഞിട്ടാണ് അലീന തോമസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അതായത് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഈ ഓൾമോസ്റ്റ് റിവ്യൂസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ശേഷമാണ് അവർ CPC ക്രാക്കറിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, CPC ക്രാക്കർ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നോ എന്നുള്ളത്. ഒരിക്കലും അല്ല. നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ലാത്ത പിള്ളേർക്കും നമ്മൾ അവർക്ക് മെഡിക്കൽ കോഡിംഗ് കോഴ്സായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CPC ക്രാക്കറിലും പ്രൊവൈഡ് ചെയ്തിരുന്നു, ഇപ്പോൾ ലേണോറ എജുക്കോറിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ കോഴ്സുകളും ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വരുന്നുണ്ട്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സ് വരുന്നുണ്ട്, മെഡിക്കൽ കോഡിങ്ങിൽ തന്നെ AI ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് വരുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോഴ്സുകളുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ ലേണോറ എജുക്കോർ. നേരത്തെ മെഡിക്കൽ കോഡിംഗ് മാത്രമായിരുന്നു. സോ മെഡിക്കൽ കോഡിംഗ് ആണെങ്കിലും നിങ്ങൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച ശേഷം ലേണോറയിലേക്ക് വരണം എന്നില്ല. ആദ്യം തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടമാവില്ല.